അപ്പോൾ എൻ്റെ ഡൽഹി യാത്ര ഇവിടെ ആരംഭിക്കുന്നു. ഞങ്ങളിപ്പോൾ പോകുന്നത് ലോട്ടസ് ടെമ്പിളിലേക്കാണ്. നമ്മൾ പിക്ക് ചെയ്യാനായിട്ട് രാവിലെ ഹോട്ടലിൽ ഈസി ട്രാവൽ വണ്ടി അയച്ചിരുന്നു. ഇനിയിപ്പം ലോട്ടസ് ടെമ്പിളിൻ്റെ കാഴ്ചകളാണ് നമുക്ക് പോയി കാണാൻ സാധിക്കുന്നത്. രാവിലെ ഡൽഹി നഗരം ഉണർന്നു വരുന്നതേ ഉള്ളൂ, തിരക്കുകളൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. എനിവേ അപ്പോൾ ലോട്ടസ് ടെമ്പിളിലേക്കുള്ള വഴിയിൽ നമ്മൾ ഗുരുദ്വാര കണ്ടു. അതായത് ഗുരുദ്വാര എന്ന് പറയുന്നത് ഗുരുദ്വാര ബംഗ്ലാ സാഹിബ്, അതാണ് അങ്ങനെയാണ് ഇവിടെ പറയുന്നത്. ഡൽഹിയിലുള്ള ഒരു മോസ്റ്റ് എന്താ പറയുക ഫേമസ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണിത്. ഈ സിഖുകാരുടെ ഒരു ദേവാലയമാണ്. സിഖ് സ്റ്റൈലിൽ നിർമ്മിക്കപ്പെട്ട ആ ഒരു സിഖ് ആർക്കിടെക്ചറിൽ നിർമ്മിക്കപ്പെട്ട ഒരു ദേവാലയമാണിത്. ഇത് ഡൽഹിയിൽ കൊണാട്ട് പ്ലേസ് എന്ന് പറഞ്ഞ സ്ഥലത്തിനടുത്താണ് ഉള്ളത്. 1664 ഒരു ബംഗ്ലാവായിട്ട് പണി കഴിച്ചതാണ് ഇത് ആക്ച്വലി. അതിനുശേഷം 1783 ഇത് റീബിൽഡ് ചെയ്യുകയും ഇപ്പോഴത്തെ സ്ട്രക്ചറിൽ ആയി നിൽക്കുന്നത് 1947 ഇത് ആക്ച്വലി രാജ ജയ്സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള രാജാവിൻ്റെ ഒരു ബംഗ്ലാവായിട്ടാണ് ഇത് ആദ്യകാലത്ത് പണി കഴിച്ചത്. അതിനുശേഷമാണ് ഇപ്പോഴത്തെ രീതിയിൽ ഇതൊരു ദേവാലയമായിട്ട് മാറി വന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ഹിസ്റ്ററി നിങ്ങൾക്ക് വിക്കിപീഡിയ നോക്കിയാൽ കാണാൻ സാധിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ഗുരുദ്വാരയ്ക്കുള്ളിൽ കയറിയിട്ട് ഇവിടുത്തെ കാഴ്ചകൾ മാക്സിമം കാണാവുന്നതിൻ്റെ അത്ര ഞാൻ പകർത്തി നിങ്ങൾക്ക് കാണിക്കാം. ഗുരുദ്വാരയുടെ ബാക്ക് സൈഡിലായിട്ട് അത്യാവശ്യം നല്ല പോലെ വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ധാരാളം വിശ്വാസികൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഇങ്ങനെ മിക്ക സമയങ്ങളിലും വരും. വിശ്വാസികൾ മാത്രമല്ല, കൂടുതൽ ടൂറിസ്റ്റുകളും വരുന്നൊരു സ്ഥലമാണ് ഗുരുദ്വാര. ഞാനിപ്പോൾ ഇവിടെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. നമ്മുടെ അമ്പലങ്ങളിൽ കയറുന്ന പോലെ തന്നെ ചെരുപ്പിടാൻ പാടില്ല, പിന്നെ ഡ്രസ് കോഡുണ്ട്. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചത്, തലയിൽ നമ്മൾ ടവലെങ്കിലും ഉണ്ടെങ്കിൽ ടവലെങ്കിലും തലയിൽ കൂടെ കെട്ടണം. അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ ഇപ്പം ഒരു ടവലില്ലാത്ത കാരണം, അല്ലെങ്കിൽ ഒരു തുവാലയാണെങ്കിലും മതി, എന്തെങ്കിലും ഒരു സാധനം തലയിൽ കെട്ടണം, അങ്ങനെയാണ് ഇവരുടെ റൂള്. എന്നോട് ആരും ഒന്നും പറഞ്ഞില്ല. ഞാനിപ്പോൾ അകത്ത് കയറി നിൽക്കുകയാണ്. ഉള്ളിലേക്ക് കയറാൻ പറ്റുമായിരിക്കും, ഞാൻ ഒന്ന് പോയി നോക്കാം. ഇനി തലക്കെട്ടില്ലാതെ ഉള്ളിലേക്ക് കയറ്റുമോ ഇല്ലെന്ന് എനിക്കറിയില്ല, ഞാൻ പോയി നോക്കട്ടെ. എന്തായാലും അത് ഷൂട്ടിംഗ് എന്തായാലും അലൗഡ് ആയിരിക്കില്ല. ഞാൻ എന്തായാലും പോയിട്ട് വരാം. നല്ലൊരു ഫീലാണ്. നമ്മൾ ഒരു ഇസ്കോൺ ടെമ്പിളിലൊക്കെ പോകുന്ന പോലെ ഒരു ചെറിയൊരു ഫീലുണ്ട്. അപ്പോൾ അതിനുള്ള വകുപ്പുണ്ട്. അവിടെ മുമ്പിൽ ഒരു ചെറിയൊരു പാത്രത്തിലായിട്ട് വെച്ചിട്ടുണ്ട് തലയിൽ കെട്ടാനുള്ള സാധനം. എടുക്കാം, അവിടെ ഉപയോഗിക്കാം, ഉപയോഗിച്ചതിന് ശേഷം അവിടെ ഇടാം. അപ്പോൾ ഇത് കെട്ടാതെ അകത്തേക്ക് കയറാൻ പറ്റില്ല, അത് അവരുടെ കസ്റ്റമാണ്. നമുക്കതിൽ അകത്തേക്കൊന്ന് പോയിട്ട് വരാം. സോ എന്തായാലും കൊള്ളാം, ഇഷ്ടമായി. നല്ല ഭംഗിയുണ്ട് അകത്ത്. എന്താ പറയുക, സ്വർണ്ണമാണോ എന്നറിയില്ല, പക്ഷേ സ്വർണ്ണം പൂശിയ പോലെ തന്നെയുണ്ട്. ആൾക്കാർ അവിടെ ഭജനും സത്സംഗ കാര്യങ്ങളൊക്കെ നടക്കുന്നു. സിഖുകാരാണ് മുഴുവനും. പിന്നെ ഈ പറഞ്ഞ ടൂറിസ്റ്റുകളും ധാരാളം ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. നമ്മൾ തൊഴുതിറങ്ങി കഴിയുമ്പോഴത്തേക്കിനും ഇവിടെ ബാക്ക് സൈഡിൽ വലിയൊരു കുളം കാണാം. ശരിക്കും നല്ല വലിയൊരു കുളമാണ്, നല്ല വൃത്തിയുള്ള വെള്ളം. ആൾക്കാർ ഇറങ്ങി എന്താ പറയുക കൈയും കാലം കഴുകുകയും ചിലരവിടെ കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ശരിക്കും റിയലി ഗുഡ് പ്ലേസ്. അകത്ത് ഫോട്ടോ എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പം സെൽഫി എടുക്കരുത്, ഫോട്ടോ എടുത്തോളൂ, വീഡിയോ എടുത്തോളൂ എന്ന് പറഞ്ഞു. കുഴപ്പമില്ല എന്ന് പറഞ്ഞു. സോ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണ്. സാറിന് നമ്മൾ അമ്പലങ്ങളിലൊക്കെ പോകുമ്പം മിക്ക സ്ഥലങ്ങളിലും ഫോട്ടോഗ്രാഫി പോലും റെസ്ട്രിക്റ്റഡ് ആണ്. ബട്ട് ബ്രോഡ് മൈൻഡ് ആൾക്കാരാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. എന്തായാലും ഗുഡ്.
സോ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇവിടെ സോ എന്തായാലും വളരെ നല്ലൊരു പുതുമയാർന്ന എക്സ്പീരിയൻസ് ആയിരുന്നു. ആൾക്കാരുടെ ആ ഒരു എന്താ പറയുക, വളരെ ഭവ്യതയോടുള്ളൊരു പെരുമാറ്റവും, അതായത് ഷൂ വാങ്ങിച്ച് വെക്കാൻ നിൽക്കുന്നവർ പോലും അല്ല, എനിക്കൊന്ന് എല്ലാവരും ഒരു സേവ എന്നുള്ള രീതി ചെയ്യുന്നതാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. കാരണം അവരാരും സ്റ്റാഫാണെന്ന് തോന്നുന്നില്ല. പിന്നെ അവിടെ തീർത്ഥം പ്രസാദം കൊടുക്കുന്നവരാണെങ്കിൽ പോലും എല്ലാവരും വളരെ ഭവ്യതയോടെ നിന്ന് ആൾക്കാരെ കെയർ ചെയ്യുന്ന കാണുമ്പോഴത്തേക്കിനും വളരെ ഒരു സന്തോഷമുണ്ട്. സോ എന്തായാലും നൈസ്. ഡൽഹിയിൽ വരുന്നവർ മസ്റ്റായിട്ടൊന്ന് വന്ന് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ്. 2 തവണ വരണം, പകലും വരണം, രാത്രിയിലും വരണം. ഞാൻ ഇന്നലെ രാത്രി ഇതിലെ പോയപ്പോഴത്തേക്കിനും എനിക്കിവിടെ കയറാൻ സാധിച്ചില്ല. പക്ഷെ വളരെ മനോഹരമായിരുന്നു കാഴ്ച, ഭംഗിയാണ് ലൈറ്റൊക്കെ ആയിട്ട്. ഇവിടെ വരുന്നവർക്ക് ഇവിടുന്ന് മറ്റ് ടവൽസ് ഉപയോഗിക്കാൻ പറ്റാത്തവർക്ക് ഇവിടെ പുറത്ത് തന്നെ ടവൽ ഇഷ്ടം പോലെ വാങ്ങിക്കാൻ കിട്ടും, കടകളുണ്ട്. ടവൽ വാങ്ങിച്ചിട്ട് അതേക്ക് പോകാം. എന്തായാലും ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു, നല്ലൊരു സ്ഥലമായിരുന്നു. സോ ഞാൻ എന്തായാലും ഇനിയിപ്പോൾ അടുത്ത നമ്മളുടെ ലോട്ടസ് ടെമ്പിളിലേക്കാണ് പോകുന്നത്. സോ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നുണ്ട് അവിടെ. സോ അവിടെ പോയിട്ട് നമുക്ക് ലോട്ടസ് ടെമ്പിളിലേക്ക് പോകാം. സോ ഞാനിപ്പം ലോട്ടസ് ടെമ്പിളിൽ എത്തിയിരിക്കുകയാണ്. ലോട്ടസ് ടെമ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേര് പോലെ തന്നെ ലോട്ടസിൻ്റെ ഷേപ്പിൽ ഇതളുകളുള്ള ഒരു ക്ഷേത്രമാണ്. അതെ, നിങ്ങൾക്ക് അവിടെ എൻ്റെ ബാക്കിൽ കാണാൻ പറ്റുമോ? അതെ, അവിടെ ആയിട്ട് കാണാൻ പറ്റും. സോ ബാഹ എന്നാണോ പറയുന്നത് അറിയില്ല. ലെറ്റ്സ് സേ ബാഹ വർഷിപ്പ് മെത്തേഡാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. അതായത് നാനാജാതി മതസ്ഥർക്കും വന്ന് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു സംവിധാനമാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവിടെ ജാതി എന്ന ഡിസ്ക്രിമിനേഷനോ അല്ലെങ്കിൽ സെക്സ് എന്ന ഡിസ്ക്രിമിനേഷനോ അങ്ങനെ ഒന്നുമില്ല. ഏത് തരത്തിലുള്ള ആൾക്കാർക്കും വന്നിരുന്ന് പ്രാർത്ഥിക്കാവുന്ന തരത്തിലാണ് ഇവിടുത്തെ ഒരു രീതി. സോ നമുക്ക് എന്തായാലും ഉള്ളിലേക്ക് പോകാം. ജസ്റ്റ് ഒരു സെക്യൂരിറ്റി ചെക്ക് ഉണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. പിന്നെ ഇവിടെ ഭയങ്കര വലിയ ലോണാണ്, കംപ്ലീറ്റ് ഉണ്ടല്ലേ, നല്ല ലോണാണ്. ഇറ്റ്സ് റിയലി ഗുഡ്. നല്ല രസമുണ്ട്, നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് സ്ഥലങ്ങൾ. ഉള്ളിലേക്ക് പ്രവേശിക്കാം. ഇത് ശരിക്കും എനിക്ക് കാണുമ്പോൾ ഓർമ്മ വരുന്നത് പോണ്ടിച്ചേരിയിൽ ഔറോവില്ല് പോയി കഴിയുമ്പോൾ അവരുടെ ധ്യാന മന്ദിരം ഉണ്ടല്ലോ അങ്ങ് ദൂരെ, അതുപോലെ തന്നെ ഉണ്ട് ഏകദേശം. സോ ഏതാണ്ട് അതേപോലെയൊക്കെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ എന്തായാലും അകത്തേക്ക് പോയി നോക്കാം. ശരിക്കും വളരെ നല്ലൊരു കൺസ്ട്രക്ഷനാണ് കേട്ടോ. ദൂരേന്ന് നമുക്ക് കാണുമ്പോൾ അതിൻ്റെ ഒരു സൈസ് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അറിയാൻ സാധിച്ചത് 2500ഓളം പേർക്ക് ഒരുമിച്ച് അറ്റ് എ ടൈം അതിനുള്ളിൽ ഇരിക്കാൻ സാധിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇവിടെ വരുന്ന ആൾക്കാരെല്ലാം ഇവിടെ നിന്നിങ്ങനെ ഫോട്ടോ എടുക്കുന്നു. ഇതിൻ്റെ മുമ്പേ ഒരു ഫോട്ടോ എടുപ്പ് ദാറ്റ് ഈസ് എ മസ്റ്റ്.
ശരിക്കും ഇവിടുത്തെ ലോൺ വളരെ അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നി കേട്ടോ. നല്ല വൃത്തിയായിട്ട് ലോൺ സൂക്ഷിച്ചിട്ടുണ്ട്. അവിടെ കുറേ സോളാർ പാനലൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം മിക്ക സ്ഥലങ്ങളിലും സോളാർ എനർജി അത്യാവശ്യം നല്ല രീതിയിൽ മേക്ക് യൂസ് ചെയ്യുന്നുണ്ട്. നല്ലൊരു കാര്യം തന്നെയാണ്. സോ ദിസ് ഈസ് അവർ ലോട്ടസ് ടെമ്പിൾ ബിഹൈൻഡ് മീ. യു ക്യാൻ സീ ദിസ്. സോ ഇപ്പം അകത്തേക്ക് കയറിയിട്ട് വന്നു. അകത്ത് അസ് യൂഷ്വൽ പ്രതീക്ഷിച്ച പോലെ തന്നെ ക്യാമറ അലോ ചെയ്യില്ല. ക്യാമറയും ഫോണും സൈലൻ്റ് ആക്കണം, ഓഫ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ സംഭവം ഒന്നുമില്ല അകത്ത്, പ്രത്യേകിച്ച് പുറമേ നിന്ന് കാണുന്ന പോലെ തന്നെ ഉള്ളിൽ ഒരു ചുമ്മാ ഒരു ഹാൾ ജസ്റ്റ് ലൈക്ക് ദാറ്റ്, അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ പ്രാർത്ഥനാ സമയങ്ങളുണ്ട്. 10 മണി 12 മണി എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. സോ എന്തായാലും കൊള്ളാം. വന്ന് ചുമ്മാ ഒന്ന് കണ്ടിട്ട് പോകാൻ, അതായത് ശരിക്കും ആ ഒരു വളരെ വ്യത്യസ്തമായ രീതിയിൽ നിർമ്മിച്ച ഈ സ്ഥലം അല്ലെങ്കിൽ ഈ ലോട്ടസ് ടെമ്പിൾ കണ്ടിട്ട് പോകാം. ധാരാളം ഫോട്ടോസ് എടുക്കാം. സോ ഇറ്റ്സ് റിയലി ഗുഡ് പ്ലേസ്. നല്ല ഭംഗിയുള്ളൊരു സ്ഥലം. ശരിക്കും ധാരാളം ആളുകൾ ഇവിടെ വരുന്നുണ്ട് ലോട്ടസ് ടെമ്പിളിൽ. ഇഷ്ടംപോലെ ആളുകൾ, മലയാളികളെ ഇഷ്ടംപോലെ കണ്ടു. എല്ലാവരും ഫാമിലി ആയിട്ടാണ് കേട്ടോ വരുന്നത്. ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഫാമിലീസിനെയാണ്. പക്ഷേ എന്തായാലും വളരെ നല്ലൊരു സ്ഥലം. എനിക്ക് വളരെയധികം ഇഷ്ടമായി. കാരണം ഡൽഹി പലതവണ വന്നിട്ടുണ്ടെങ്കിലും ഞാൻ ഒരിക്കലും സൈറ്റ് സീയിങ്ങിനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അതെന്തായാലും എനിക്ക് ഈസി ട്രാവലിനെ കൊണ്ട് ഇപ്പം ഹെൽപ്ഫുള്ളായി. കാരണം പ്രസിഡന്റിനെ കാണാനായിട്ട് ഡൽഹി വരികയാണെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ഈസി ട്രാവലിൻ്റെ ഓണർ സുജിത് എന്നോട് പറഞ്ഞു, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും, താജ്മഹലും ഡൽഹിയിലുള്ള സ്ഥലങ്ങളിൽ കൂടെ കണ്ടേച്ചു എന്ന് പറഞ്ഞു. സോ എന്തായാലും വളരെയധികം സന്തോഷമായി. ഗുഡ്. സോ എന്തായാലും ഗുരുദ്വാരയുടെയും ലോട്ടസ് ടെമ്പിളിൻ്റെയും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്ന. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ കൂട്ടുകാരെ ഷെയർ ചെയ്യുക. ഞാൻ ട്രാവൽ ചെയ്യുന്നത് ഈസി ട്രാവലിനോടൊപ്പമാണ്. ഡൽഹി, മണാലി പോലുള്ള സ്ഥലങ്ങളിലേക്കുള്ള പാക്കേജുകൾക്ക് നിങ്ങൾക്ക് ഈസി ട്രാവലിനെ കോൺടാക്ട് ചെയ്യാം. ബഡ്ജറ്റ് മുതൽ പ്രീമിയം ട്രിപ്പ് വരെ എല്ലാ ടൈപ്പിലുള്ള ട്രിപ്പും അവർ അറേഞ്ച് ചെയ്ത് തരും. കേരളത്തിൽ പല സ്ഥലങ്ങളിൽ കൊച്ചി, കോഴിക്കോട്, ഗുരുവായൂർ, തൃശ്ശൂർ, തിരുവനന്തപുരം, ബാംഗ്ലൂർ തുടങ്ങിയ മിക്ക സ്ഥലങ്ങളിലും അവർക്ക് ബ്രാഞ്ചുകളുണ്ട്. സോ യു ക്യാൻ കോൺടാക്ട് ദം. സർവീസിൻ്റെ കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി. അപ്പോൾ എന്തായാലും അടുത്ത കിടിലൻ വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ദിസ് ഈസ് സുജിത് ഭക്തൻ signing out.